ഹായ് എല്ലാവർക്കും 21 ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പെയിൻറ്റ് ടിന്ന്, ഈ കാലി പെയിൻറ്റ് ടിന്ന് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ പെയിൻറ്റ് ടിന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ആദ്യം തന്നെ 1 ലിറ്ററിൻ്റെ 2 ടിന്ന്, കാലി ടിന്ന് ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇവിടെ ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ടുണ്ട്. ഈ ടാപ്പ് നമുക്ക് ടിന്നിൻ്റെ മേലെ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം. അത് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആ ഒട്ടിച്ച ഭാഗം കട്ട് ചെയ്തെടുക്കണം. അതായത് ആ ടിന്നിൽ നിന്നും ഒട്ടിച്ച ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. ഇതേപോലെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ടാപ്പിൻ്റെ ഇരു സൈഡിലും കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യണം. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ടേപ്പ് ഒന്ന് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഈ 2 ഭാഗവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒട്ടിക്കുന്ന ടാപ്പിനും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഗ്യാപ്പിനും ഒരേ വീതിയാണ്, അതായത് 3/4 ഇഞ്ച് വീതിയാണ് ഉള്ളത്. ഇതേപോലെ നമ്മൾ ടിന്നിൻ്റെ 3/4 ഭാഗവും നമ്മൾ 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഈ ഭാഗം നമുക്ക് ചുമരിൻ്റെ സൈഡായതുകൊണ്ട് അവിടെ ഒഴിവാക്കിയിട്ടതാണ്. ഇനി നമ്മളിവിടെ 2ാമത്തെ ടിന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് അവിടെ ഒരു ബൾബ് ഹോൾഡർ വാങ്ങിയിട്ടുണ്ട്. ആ ബൾബ് ഹോൾഡറിൻ്റെ ബാക്ക് മൂടിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മളിതാ ആ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ. ഇനി നമ്മളിതാ അതിൻ്റെ മൂടി എടുക്കുന്നുണ്ട്. അതിൻ്റെ മൂടിക്ക് സൈഡിൽ റിമൂവ് ചെയ്യാൻ കഴിയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് തന്നെ ചില മൂടികളൊക്കെ നമ്മൾ വലിച്ചു കൊടുത്താൽ തന്നെ റിമൂവ് ആയിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കത്തി ഉപയോഗിക്കുന്നത്. ഇനി ഈ റിമൂവ് ചെയ്ത ചെറിയ പീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ മൂടിയുടെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മൂടി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി നമ്മളെ ടിന്നിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അമർത്തി നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ടിന്ന്, അതായത് 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് വെച്ച ടിന്നിൻ്റെ മുകളിൽ ഇതേപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഇട്ട് റൗണ്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ആ ടാപ്പിൻ്റെ ഭാഗം കുറച്ച് മുകളിലേക്ക് അധികമായിട്ട് നിൽക്കും. അപ്പോൾ ആ അധികമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത്
നമ്മൾ നേരത്തെ മൂടിന്ന് കട്ട് ചെയ്തെടുത്ത ആ ചെറിയ പീസ് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതാ ഇങ്ങനെ റൗണ്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്കിതാ നമ്മളെ ഒന്നാമത്തെ ടിന്നിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ടിന്ന് ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ കഴിയും. ഇത് നമുക്കിതാ അവിടെ ഒരു ലോക്കായിട്ട് നിൽക്കുന്നത് കാണാം. ഇത് നല്ലൊരു ലോക്ക് പോലെ അവിടെ സെറ്റായിട്ട് നിൽക്കും. ഇനി നമുക്കിതാ നമ്മളെ അടിഭാഗത്ത് വരുന്ന ടിന്നിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ചുമരിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതാ നമ്മളെ 2 ടിന്നിനും ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് എടുത്തത്. ബ്ലാക്ക് മാറ്റ് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ബ്ലാക്ക് മാറ്റ് പെയിൻ്റ് ആകുമ്പോൾ. ഇനി ഈ പെയിൻ്റ് ഒന്ന് അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിതാ ഇവിടെ കുറച്ച് സ്റ്റാർ വാങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റാർ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഭംഗിയാക്കി കൊടുക്കുകയാണ്. ഒട്ടിച്ച് കാണും. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതാ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലൊരു ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് സാധാരണയായിട്ട് PVC ഷീറ്റാണ് വെക്കാറ്. ഇത് PVC ഷീറ്റല്ല, ഇത് ഫാൻസികളിൽ നിന്നൊക്കെ വാങ്ങി കിട്ടുന്നത് ഒരു തരം എക്സ്ട്രാ ഷീറ്റ് പോലത്തെ ഷീറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നില്ല. ഇത് ചുമരുമ്മൽ ഫിറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷീറ്റ് ഊരേണ്ടി വരും. ഇനി നമ്മളിതാ നമ്മളെ ബൾബ് ഓർഡറിൻ്റെ വയറൊക്കെ നേരത്തെ കുടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബൾബ് ഓർഡർ നമ്മൾ മുകൾ ഭാഗത്ത് വരുന്ന ടിന്നിൻ്റെ അടിഭാഗത്ത് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടില്ലേ, ആ ഹോളിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ബൾബ് ഓർഡർ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതാ ബൾബ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതാ ഇത് അടിഭാഗത്ത് വരുന്ന ടിന്നിൻ്റെ മുകൾ ഭാഗത്ത് ഇത് എങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഒട്ടിക്കുന്നില്ല, കാരണം നമുക്ക് ബൾബൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും ഊരിയെടുക്കേണ്ടൊക്കെ വരും. അതുകൊണ്ട് ഇത് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അടിയിൽ ഫാൻസി ലൈറ്റും മുകളിൽ ഫ്ലവർ വൈസും ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചുമരുമ്മൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നമ്മളുണ്ടാക്കിയ ഈ ഫാൻസി ലൈറ്റ് ആൻഡ് ഫ്ലവർ വൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നത് വരെ ബൈ.